അവളെ കുടുംബം ഭരിക്കാനല്ല അങ്ങോട്ട് വിട്ടത്, കുടുംബത്തെ സേവിക്കാനാ. അതിലുപരി നമ്മുടെ മോളെ മരുമകനെ നോക്കാൻ കൂടത്തിൽ വേണമെങ്കിൽ അവിടെ ഭർത്താവിനെ. അത്രേ മതി, അതിനപ്പുറം പത്രാസൊന്നും വേണ്ട. എല്ലാം കേട്ടങ്ങനെ സുഖിച്ച് രസിച്ച് നിക്കല്ലേ. നീ പോയി പ്രാർത്ഥിച്ചു കാണും നിന്റെ മോള് നല്ല നിലയിൽ അങ്ങ് ജീവിക്കണേന്ന്. അമ്മേ, കരുണമോളെന്താ ഇവളുടെ മോളല്ലേ? ഇവളുടെ വയറ്റിൽ പറഞ്ഞ കുഞ്ഞല്ലേ? അതുകൊണ്ട് എന്റെ രണ്ടു മക്കളും നല്ല നിലയിൽ ജീവിക്കണമെന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. രണ്ടല്ല, ഒന്ന്. ഭാഗ്യദോഷിയായ നിന്റെ ആദ്യ കെട്ടിയല്ലേ, അതിലും ഭാഗ്യദോഷിയായ മകളെയാ നിനക്ക് മറ്റാരെക്കാളും ഇഷ്ടം. അവളുടെ കണ്ണ് നിറയുമ്പോഴേ നിന്റെ കണ്ണ് നനയാറുള്ളൂ. അവളെ പറ്റി മോശമായ വാർത്തകൾ കേൾക്കുമ്പോ മാത്രമേ നീ ദൈവത്തെ വിളിക്കാറുള്ളൂ. അത് 100% സത്യ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ നിന്റെ മകളുണ്ടല്ലോ, ദൈവത്തെ വിളിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലോ. അവൾക്ക് അയ്യപ്പസ്വാമി തന്നെ ഒരു വിഗ്രഹം കൊണ്ടുവന്ന് കൊടുത്തിരിക്കല്ലേ. ആ ഭഗവാന്റെ കാലി പിടിച്ച് കരഞ്ഞ അവൾ ഓരോ കാര്യവും സാധിച്ചെടുക്കുന്നത്. എന്തായാലും ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലമ്മേ. എനിക്കറിയണം ഇതിന്റെയൊക്കെ പിന്നിലെന്നാണെന്ന്. എന്നാ പോയി പറയടാ. ഉണ്ണി കമ്പനി പോകുമ്പോ നമ്മുടെ കരുണമോള് വേണം പിന്നാലെ പോകാൻ. ആ സമയത്ത് ഇവളുടെ മോൾ അവിടെ കാണണം. അവര് ജോലിയൊക്കെ ചെയ്ത് തളർന്നു വരുമ്പോ അവർക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കാൻ. അടുക്കളക്കാരി ആഫീസർ ആവണ്ട. പോയി പറയടാ, അവന്റെ മുഖത്ത് നോക്കി പറ. ശരി അമ്മേ. ആ നിന്റെ ആ മോളെ ഞങ്ങൾ അങ്ങനെയൊന്നും വാഴിക്കാൻ പോകുന്നില്ല. വാഴിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മോള് തിരികെ വന്ന് ഇവിടെ നിന്നാലും എനിക്ക് സന്തോഷ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മോൾ അങ്ങനെ വരില്ല. കാരണം മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടാ കണ്ണനെ. എന്ന് വെച്ചാ അവൻ വൃന്ദാവനത്തിലെ കണ്ണനല്ലേ, പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? അതുകൊണ്ടാ മോഹിനിയെ പോലെ അവന്റെ ചുറ്റിലും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നേ. അവളുടെ കറക്കമുണ്ടല്ലോ, ഞാൻ നിർത്തി കൊടുക്കാം. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പോർട്ട്ഫോളിയോ. ഇതൊന്ന് മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ കുറിച്ച് എല്ലാം മനസ്സിലാവും. ഇത് പഠിക്കാൻ കുറച്ച് പാടല്ലേ? ഹേയ്, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് എല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. താൻ എന്തായാലും ശരിക്കും നോക്ക്. മേ ഐ കം ഇൻ സർ? യെസ്. സിറ്റ് ഡൗൺ. താങ്ക് യു. നിങ്ങളെ പ്രതീക്ഷ ഞങ്ങൾ ഇരുന്നത്. സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? ഉണ്ട് സർ.
സാഗർ അല്ലേ? ആ അതെ. സാഗർ എന്ന് ഇന്റർവ്യൂവിന് വന്നതാണ്. ഓ, ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഗൾഫിലൊക്കെ പോയിട്ട് പിന്നെന്താ ഇവിടെ ജോലി മതിയെന്ന് തീരുമാനിച്ചേ? ഇനിയിപ്പോ ഇവിടെയാണ് സാർ നല്ലത്. പിന്നെ കമ്പനി നല്ല സാലറി ഓഫർ ചെയ്യുന്നുണ്ടല്ലോ. കമലേശ്വരം ഫൈനാൻസിയേഴ്സിൽ ഇവിടുത്തെ എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ചുള്ള സാലറിയും അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ തന്റെ ബയോഡേറ്റൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. ദാ. ശരി സാർ. കണ്ടിട്ട് നല്ലൊരു ചെറുപ്പക്കാരനാണല്ലേ? അതെ. ആ, താൻ അക്കൗണ്ടൻസി ഒക്കെ കഴിഞ്ഞല്ലേ? അപ്പൊ പിന്നെ ഒരു അക്കൗണ്ടന്റിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. അതിനെനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. സാവകാശം എല്ലാം പഠിച്ചെടുക്ക്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.